മെയ് 5 ചൊവ്വാഴ്ച ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട IPL 2026 മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് CSK ഡൽഹി ക്യാപിറ്റൽസിനെ DC 8 വിക്കറ്റിന് തകർപ്പൻ ജയം നേടി. CSKയുടെ 156 റൺസ് വിജയകരമായി പിന്തുടർന്ന് ജയിക്കുന്നതിൽ സഞ്ജു സാംസൺ പുറത്താകാതെ നേടിയ 87 റൺസ് നിർണായക പങ്കുവഹിച്ചു. ഈ വിജയത്തോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ വളരെയധികം കൂടുകയും ചെയ്തു. IPLന്റെ 19ാം സീസണിലെ ഈ മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അനുവദിച്ച 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് അവർ നേടിയത്. മെയ് 31 ഫൈനലോടെ അവസാനിക്കുന്ന IPL 2026 സീസൺ നിർണായകമായ പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനാൽ ഈ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിജയത്തോടെ 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി CSK IPL പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ 10 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റോടെ 7ാം സ്ഥാനത്ത് തന്നെ തുടർന്നു. CSKയുടെ മെച്ചപ്പെട്ട നെറ്റ് റൺ റേറ്റും പ്ലേ ഓഫ് യോഗ്യതയിലേക്കുള്ള വ്യക്തമായ വഴിയും ഈ പ്രകടനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഇനി ബാക്കിയുള്ള എല്ലാ ലീഗ് മത്സരങ്ങളിലും അവർക്ക് ജയിച്ചേ തീരൂ. തുല്യമായ കളിക്കള സാഹചര്യങ്ങൾക്ക് പേരുകേട്ട അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ബാറ്റിംഗ് മികവും തന്ത്രപരമായ ബോളിംഗും ഒരുപോലെ കണ്ട ഒരു ഗംഭീര മത്സരത്തിനാണ് വേദിയായത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി. 5 വിക്കറ്റിന് 69 റൺസ് എന്നൊരു ദയനീയ അവസ്ഥയിലായിരുന്നു അവർ. പക്ഷേ അവിടെ ഒരു രക്ഷകരെപ്പോലെ എത്തിയത് ട്രിസ്റ്റൻ സ്റ്റെപ്സും ഇമ്പാക്ട് സബ്ബായി വന്ന സമീർ റിസ്വിയുമായിരുന്നു. 31 പന്തിൽ 38 റൺസെടുത്ത ട്രിസ്റ്റൻ സ്റ്റെപ്സും 24 പന്തിൽ 40 റൺസെടുത്ത് പുറത്താകാതെ നിന്ന സമീർ റിസ്വിയും ചേർന്ന് 6ാം വിക്കറ്റിൽ ഒരു കിടിലൻ 65 റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി. ഇത് ടീമിന് വലിയൊരു ആശ്വാസമായി ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കി. അവരുടെ ഈ അവസാന നിമിഷത്തിലെ കുതിപ്പ് ഡൽഹിയുടെ സ്കോർ 7 വിക്കറ്റിന് 155 റൺസ് എന്നൊരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചു. CSK ബൌളിംഗിൽ ഇടംകൈയൻ സ്പിന്നർ നൂർ അഹമ്മദ് 2 വിക്കറ്റെടുത്ത് തിളങ്ങി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റൺ ചേസ് മുന്നിൽ നിന്ന് നയിച്ചത് നമ്മുടെ സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു. വെറും 52 പന്തിൽ പുറത്താകാതെ 87 റൺസെടുത്ത് സഞ്ജു കളം നിറഞ്ഞാടി. 7 ഫോറുകളും 6 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. സഞ്ജുവും പുറത്താകാതെ 41 റൺസെടുത്ത കാർത്തിക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ടും വളരെ നിർണായകമായിരുന്നു. 3ാം വിക്കറ്റിൽ ഇവർ 114 റൺസ് കൂട്ടിച്ചേർത്തു. 15 പന്തുകൾ ബാക്കി നിൽക്കെ CSKയെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. ഈ പ്രകടനം IPL 2026-ൽ CSKയ്ക്ക് സഞ്ജു എത്രത്തോളം പ്രധാനപ്പെട്ട കളിക്കാരനാണെന്ന് അടിവരയിടുന്നു. കാരണം നിലവിൽ 10 കളികളിൽ നിന്ന് 402 റൺസുമായി സഞ്ജുവാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. സീസണിന് മുമ്പ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു CSKയിലേക്ക് വന്നത് ഒരു ഉഗ്രൻ നീക്കമായിരുന്നു എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ സഞ്ജു IPLൽ 5000 റൺസ് എന്ന നാഴികക്കല്ലും പിന്നിട്ടിരുന്നു. നേരിട്ട പന്തുകളുടെ എണ്ണത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും സഞ്ജുവിന് സ്വന്തമായിരുന്നു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ പിച്ച് സാധാരണയായി അറിയപ്പെടുന്നത് ബാറ്റിംഗിന് നല്ല അനുകൂലമായ ഒരു പിച്ചായിട്ടാണ്. നല്ല പേസും ബൗൺസും ഒക്കെ ഇവിടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ബാറ്റ്സ്മാൻമാർക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഷോട്ട് കളിക്കാനും സാധിക്കും. പക്ഷേ ഈയിടെ ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളിൽ ഒരു അപ്രതീക്ഷിത സ്വഭാവം കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വലിയ സ്കോറുകൾ കാണാം, മറ്റു ചിലപ്പോൾ കുറഞ്ഞ സ്കോറുകളിലും കളി അവസാനിക്കാറുണ്ട്. ഇവിടെ ഒരു ശരാശരി സ്കോർ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്കോർ 170-നും 190-നും ഇടയിലാണ്. 200-ന് മുകളിലുള്ള സ്കോർ ഒരു മികച്ച ടോട്ടലായിട്ടാണ് കണക്കാക്കുന്നത്. ചരിത്രം നോക്കുകയാണെങ്കിൽ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്ത ടീമുകൾക്കാണ് ഇവിടെ കൂടുതൽ വിജയം. ഈ സ്റ്റേഡിയത്തിൽ നടന്ന 51 മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമുകളാണ് ജയിച്ചിട്ടുള്ളത്. മെയ് 5-ലെ മത്സരത്തിൽ കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു. വൈകുന്നേരം ഏകദേശം 23 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. അതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ മുഴുവൻ 40 ഓവറും കളി നടന്നു. ഔദ്യോഗികമായി ടാറ്റ IPL 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ IPL 2026 സീസൺ ടൂർണമെന്റിന്റെ 19ാമത്തെ എഡിഷനാണ്. 10 ടീമുകൾ 13 വേദികളിലായി 74 മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ലീഗ് ഘട്ടം മാർച്ച് 28-ന് തുടങ്ങി മെയ് 24-ന് അവസാനിക്കും. അതിനുശേഷം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലേ ഓഫ് മത്സരങ്ങൾ തുടങ്ങും. ടൂർണമെന്റിലെ നിലവിലെ ചാമ്പ്യന്മാർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. പ്ലേ ഓഫ് ഘടന അനുസരിച്ച് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവയിൽ മത്സരിക്കും. അതിനുശേഷമാണ് ഗ്രാൻഡ് ഫൈനൽ. 2026 സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് അക്സർ പട്ടേലാണ്. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഋതുരാജ് ഗെയ്ക്വാദാണ് നയിക്കുന്നത്. ഏറ്റവും പുതിയ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് 13 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. കൂടാതെ ഡൽഹി ക്യാപിറ്റൽസിന്റെ KL രാഹുൽ 10 മത്സരങ്ങളിൽ നിന്ന് 445 റൺസുമായി നിലവിൽ ഓറഞ്ച് ക്യാപ്പ് കൈവശം വെച്ചിട്ടുണ്ട്.